നമസ്കാരം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനൊരു വീഡിയോയിൽ വന്ന് നിൽക്കുന്നത് കേരളത്തിലൊരു വലിയ പ്രചരണം നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയും പത്രങ്ങളും ടി വിയും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയും എന്താ പറയുന്നത്? കൊറോണയുടെ ദുരന്തത്തിൻ്റെ ഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ദുരന്ത നിവാരണ ഫണ്ട് പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തെ അവഗണിച്ചു. കേവലം 157 കോടി റുപ്യ നൽകിയുള്ളൂ. ഹിന്ദു ദിനപത്രം എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകിയ തുകയുടെ ഒരു ചാർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ ആർക്കെന്നറിയാം? മഹാരാഷ്ട്രക്ക് 1611 കോടി. യോഗിയുടെ UP വളരെ പിറകിലാണ്. നരേന്ദ്രമോദിയുടെ സാക്ഷാൽ ഗുജറാത്ത് അതിനേക്കാളും പിറകിലാണ്, 622 കോടി റുപ്യയുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ കാര്യം വ്യക്തമായല്ലോ. ശിവസേനയും കോൺഗ്രസും ഭരിക്കുന്ന മഹാരാഷ്ട്രക്ക് കൂടുതൽ ഫണ്ട് കിട്ടിയതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് പ്രധാനമന്ത്രിക്ക് ഇഷ്ടമുള്ളതുപോലെ കൊടുക്കാൻ പറ്റില്ല. ഇതിനൊരു നോംസ് ഉണ്ട്, നിയമമുണ്ട്. 2005 പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നിയമം അനുസരിച്ച്, അതിൻ്റെ നോംസ് അനുസരിച്ചാണ് ഇത്തരം ഫണ്ടുകൾ കേന്ദ്രം നൽകുന്നത്. ദുരന്തം ഉണ്ടായ ഉടനെ സംസ്ഥാനങ്ങൾ റിപ്പോർട്ട് നൽകണം. ആ റിപ്പോർട്ട് പരിശോധിക്കാൻ ഒരു വിദഗ്ധ സമിതിയുണ്ട്. പിന്നെ ജനസംഖ്യ, ഭൂമിശാസ്ത്രം, ദുരന്തത്തിൻ്റെ വ്യാപ്തി, അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയോ? കേരളത്തിന് ഫണ്ട് കുറഞ്ഞത്. തൊട്ട് മുമ്പ് നൽകിയിട്ടുള്ള ഫണ്ട് ചെലവാക്കിയതിൻ്റെ കണക്ക് ഹാജരാക്കണം. കേരളം മുമ്പ് തന്നതിൻ്റെ പകുതി പോലും ചിലവാക്കിയിട്ടില്ല, കണക്ക് കൊടുത്തുമില്ല. പിന്നെ എവിടെയോ ഫണ്ട് കിട്ടാതിരിക്കുക. ഫണ്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഈ സംസ്ഥാന ഗവൺമെൻറ്റാണ്. കൊട്ടിഘോഷിക്കപ്പെടുന്ന ഐസക്കിൻ്റെയും പിണറായിയുടെയും ഭരണമാണ് ഇതിന് കാരണക്കാരെന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം. ഈ സന്ദർഭത്തിൽ കേരളത്തിൻ്റെ ദുരന്തം, 2 പ്രധാനപ്പെട്ട ദുരന്തമാണ്, 2 പ്രളയം. അതിന് മാത്രം കിട്ടിയ ഫണ്ട് ഒന്ന് വിശകലനം ചെയ്യുന്നത് ഈ സന്ദർഭത്തിൽ വലിയ ഗുണമായിരിക്കും. കേന്ദ്രം നൽകിയത് 18-ൽ 2904 കോടി, 19-ൽ 450 കോടി, രണ്ടും കൂടി 3354 കോടി. ഈ തുക പോലും മര്യാദയ്ക്ക് ചിലവാക്കിയിട്ട് കണക്ക് കൊടുത്തില്ല, ഞാൻ നേരത്തെ പറഞ്ഞു. അതുമാത്രമാണോ? സാലറി ചാലഞ്ച് വഴി 1977 കോടി റുപ്യ ഉദ്യോഗസ്ഥന്മാർ കൊടുത്തിട്ടുണ്ട്. ഞാനും നിങ്ങളും നൽകിയിട്ടുള്ള, ലോകത്തെ മലയാളികൾ മുഴുവൻ നൽകിയിട്ടുള്ള സംഭാവന എത്രയാണെന്നറിയാം? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 2672 കോടി. അതിനൊപ്പം നമ്മുടെ വേൾഡ് ബാങ്ക് പലിശ രഹിത ധനസഹായം നൽകിയിട്ടുണ്ട്, വായ്പ നൽകിയിട്ടുണ്ട്. അത് 1780 കോടി റുപ്യ വരും. ഇതൊക്കെ കൂടി 9683 കോടി റുപ്യ വരും. ഇത്രയും തുക ഉണ്ടായിട്ട് ഇവരെത്ര ചിലവാക്കിയെന്നറിയാം? നിയമസഭയിൽ പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ 4043 കോടി റുപ്യ മാത്രമേ ചിലവാക്കിയിട്ടുള്ളൂ. അപ്പം ബാക്കി എത്ര വരും? ഒരു 5630 കോടി റുപ്യ പിണറായിൻ്റെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ വലിയ ധൂർത്ത് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന അഴിമതി നടന്നിട്ടുണ്ട്. അതിൽ നിന്നാണോ ഈ ഹെലികോപ്റ്ററിന് പൈസ കൊടുത്തതെന്ന് അറിഞ്ഞൂടാ. നമ്മുടെ സ്പീക്കർ 100 കോടി ചിലവാക്കിയിട്ട് ഊരാളങ്കൽ സൊസൈറ്റി കൊടുത്തു. നിയമസഭ ലോഞ്ച് മോഡി പിടിപ്പിച്ചു. മിസ്റ്റർ സ്പീക്കർ, നിങ്ങൾ നിയമസഭയുടെ രേഖ പരിശോധിക്കണം. ആ കെട്ടിടം മുഴുവൻ ഉണ്ടാക്കുന്നതിന് എത്ര ചിലവെന്നറിയാം? 73 കോടി റുപ്യ ചിലവാക്കിയിട്ടുള്ളൂ. ഇതൊന്നും പറയാൻ ശക്തമായ പ്രതിപക്ഷം ഇല്ലാത്തതാണ് കേരളത്തിൻ്റെ ദുരന്തം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് പ്രളയത്തിന് ഫണ്ട് ചെലവാക്കിയതിൻ്റെ 4043 കോടി രൂപയുടെ ഒരു കണക്ക് വിശകലനം വേണം. അത് എഴുതി വെച്ചുള്ളൂ. 18,000 വീടാണ് നഷ്ടപ്പെട്ടത്. അതൊക്കെ പുനർനിർമ്മിച്ചു എന്ന് പറയുന്നു. അതിന് ചിലവാക്കിയത് 1317 കോടി റുപ്യയാണ്. മരിച്ചവർക്ക് സഹായം നൽകിയിട്ടുണ്ട്. അതൊരു 417 കോടിയോളം വരും. അതുപോലെ തന്നെ റോഡ്, പാലം പൊളിഞ്ഞു പോയതൊക്കെ ഇവർ പുനർനിർമ്മിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ പുനർനിർമ്മാണം എന്നൊക്കെ കൊട്ടിഘോഷിച്ചെങ്കിലും PWDക്കും LSCD കൊടുത്ത തുക 1450 കോടി റുപ്യ മാത്രമാണ്. പിന്നെ 10,000 രൂപ വെച്ച് കൊടുത്തു. അതെല്ലാവർക്കും കിട്ടിയിട്ടില്ല എന്നുള്ള വിമർശനമുണ്ട്.
പിന്നെ ക്യാമ്പുകൾ, ദുരിതാശ്വാസ ക്യാമ്പ്, അവിടുത്തെ ഭക്ഷണ പലവ്യഞ്ജനമൊക്കെ ജനങ്ങൾ സംഭാവന ചെയ്യുന്നു പറയുന്നു, പോട്ടെ, അതിന് 850 കോടി റുപ്യ. ഇതൊക്കെ കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞ 4043 കോടി രൂപ. ഇത് നിയമസഭയിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മറുപടിയാണ്. അതൊരു പഴയ നിയമസഭാ അംഗം എന്ന നിലയിൽ ഞാൻ പരിശോധിച്ചിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, 9683 കോടി റുപ്യ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പകുതി പോലും ചെലവാക്കാതെ അക്ഷന്തവ്യമായ ഒരു ഭരണ പരാജയമാണ് ഈ കൊറോണ ദുരന്തത്തിൻ്റെ കാലത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. വെറുതെ മോദിയെ കുറ്റപ്പെടുത്തരുത്, വെറുതെ കഥയറിയാതെ കേന്ദ്ര ഗവൺമെൻറ്റിനെ പഴി പറയരുത്. മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും അങ്ങനെയൊക്കെ പറയാം, പക്ഷേ ഈ രാജ്യത്തെ പ്രധാന പത്രങ്ങൾ വാർത്തകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. പക്ഷേ നിങ്ങളറിയോ, ഇതിനിടയിൽ കേന്ദ്രം കഴിഞ്ഞ ആഴ്ച ഒരു വലിയ സഹായം കേരളത്തിന് നൽകി. 15ാം ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ അനുസരിച്ച് 13 സംസ്ഥാനങ്ങൾക്ക് ധനസഹായം കൊടുത്തപ്പോൾ കേരളത്തിന് കിട്ടിയ തുക എത്രയാണെന്നറിയും? 1217 കോടി റുപ്യ. പക്ഷെ ഒരു പത്രവും TV അത് റിപ്പോർട്ട് ചെയ്തില്ല. കാരണം നല്ല കാര്യങ്ങളൊന്നും, മോദിയുടെ നല്ല കാര്യങ്ങളൊന്നും ആരും പറയാൻ പാടില്ലല്ലോ. പക്ഷേ ഈ തുക കേരളത്തിന് ഏറ്റവും കൂടുതൽ കിട്ടിയത്, അതിന് കാരണം എന്താണെന്നറിയോ? നമ്മുടെ തോമസ് ഐസക്കിനുള്ള ഒരു സമ്മാനമാണ്. ധനകാര്യ കമ്മി വിശകലനം ചെയ്തുകൊണ്ട്, അഥവാ ധനകാര്യ മാനേജ്മെൻറ്റ് കെടുകാര്യസ്ഥർക്ക് കിട്ടുന്ന ഒരു കേന്ദ്ര സമ്മാനമാണ് ഈ തുക. ഇങ്ങനെ കേന്ദ്രം സഹായിച്ചിട്ടുണ്ട്, ജനങ്ങളെ സഹായിച്ചിട്ടുണ്ട്, ഉദ്യോഗസ്ഥരെ സഹായിച്ചിട്ടുണ്ട്, വേൾഡ് ബാങ്ക് സഹായിച്ചിട്ടുണ്ട്. ആ ഫണ്ടൊന്നും അർത്ഥവത്തായി ചെലവാക്കാൻ കഴിവില്ലാത്ത ഒരു ഭരണ നേതൃത്വമാണ് ഇവിടെയുള്ളത്. അത് മറച്ചു വെക്കാൻ മോദി വിരോധവും BJP വിരോധവും കൊണ്ടാവില്ല. അത് മനസ്സിലാക്കണം. മാധ്യമങ്ങൾ കുറച്ചുകൂടി നീതി കാണിക്കണം BJP ഗവൺമെൻറ്റിനോട്, കേന്ദ്ര ഗവൺമെൻറ്റിനോട് എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.